പ്ലാൻസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, നിങ്ങൾ ഓരോരുത്തരും നോക്കിയിരുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ ഫെലനോപ്സിസും ഇതുപോലെ കുലുകുത്തിപ്പൂക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ നടീൽ രീതി, വളപ്രയോഗം, മറ്റ് കെയറിങ്ങുകൾ എന്നിവയെക്കുറിച്ചെല്ലാം ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോയിലുടനീളം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. സ്കിപ്പ് ചെയ്താൽ ഞാൻ പറയുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാതെ പോകും. അപ്പോൾ നടേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാവേ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരല്പം സാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ട് ഈ ചെടികളാണ് നമ്മളിപ്പോൾ നടാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് നിറച്ചും വേരുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ വേരുകളെല്ലാം ഒരുമാതിരി ചുക്കി ചുളിഞ്ഞ് കണ്ടില്ല, ഡീഹൈഡ്രേഷൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടില്ലേ വേരുകളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്കി. അപ്പോൾ ഇതിനകത്തെ മിക്സ് എല്ലാം ഇളകി പോയിട്ടുണ്ട് കണ്ടോ. വീഡിയോ ഒരുപാട് ടൈം ആവാതിരിക്കാൻ ഞാൻ ഇതൊന്ന് സ്പീഡിൽ ഓടിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും ഞാൻ വലിച്ചു പറിക്കുകയാണ്, ധൃതിയിൽ വലിച്ചു പറിക്കുകയാണെന്നൊക്കെ തോന്നും. അങ്ങനെയല്ല, ഞാൻ വളരെ സോഫ്റ്റായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ വേരുകളുണ്ടല്ലോ ഇങ്ങനെ വളരെ സൂക്ഷിച്ച് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകാതെ അടർത്തിയെടുക്കുക. കേടുള്ളതൊക്കെ നമുക്ക് പൊട്ടിച്ചും കണ്ടിച്ചും ഒക്കെ കളയാം. അപ്പോൾ ഫെലനോപ്സിസിൻ്റെ റൂട്ട്സ് ഉണ്ടല്ലോ വളരെ സെൻസിറ്റീവാണ്. നമ്മുടെ സിംബീഡിയത്തിൻ്റെ ഒക്കെ റൂട്ട് പോലെ തന്നെ സിംബീഡിയ ഇതിലും കൂടുതൽ സെൻസിറ്റീവാണ്, സ്പോഞ്ചിയാണ്. അപ്പം ഫെലനോപ്സിസിൻ്റെ റൂട്ട് അതേപോലെ തന്നെ സെൻസിറ്റീവാണ്. അപ്പോൾ ഫെലനോപ്സിസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ റൂട്ടുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകും. ഒരല്പം കൂടുതൽ മിക്സിൽ ഈർപ്പം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടുകൾ ചീഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളുടെ മിക്സ് എപ്പോഴും നമ്മൾ വെൽ ഡ്രെയിൻഡ് ആയിരിക്കണം. ബേസ്ഡ് ഓൺ യുവർ ക്ലൈമറ്റ് മിക്സിന് ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടതും അത്യാവശ്യമാണ്. ഇതുകൊണ്ട് ഇതുപോലെ ഇലകൾ തളർന്ന് കിടക്കുക, അല്ലെങ്കിൽ ഈ ലീഫുകളിൽ ചെറിയ വരകൾ പോലെ വീഴുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണമാണ്. ഒന്നുകിൽ നിങ്ങളുടെ ഫെലനോപ്സിസിൻ്റെ റൂട്ടുകൾ ചീഞ്ഞിട്ടുണ്ട്, അതല്ല എങ്കിൽ നിങ്ങളുടെ ആ പോട്ടിംഗ് മിക്സ് ക്ലിയർ അല്ല, കറക്റ്റ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമേ. പിന്നെ വേറെന്നുള്ളത്, ഈ ഫെലനോപ്സിസിൻ്റെ ഇലകൾ താഴത്തെ ഇലകൾ പെട്ടെന്ന് മഞ്ഞച്ച് ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അത് ഓവർ വാട്ടറിങ്ങിൻ്റെ കേസിൽ റൂട്ടും എല്ലാം പോയിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേരുകളൊക്കെ ഒന്ന് കുരുക്കഴിച്ചെടുത്തിട്ടുണ്ടേ കണ്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് കേടുള്ള വേരുകളെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ ആ വേരിൻ്റെ മുകളിലേക്കും കൂടെ ബാക്കി കേടുകൾ വരും. ഇതിപ്പോൾ ചെടി വലിയ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ഡീഹൈഡ്രേറ്റഡ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതുണ്ട് ലീഫ് എല്ലാം കൂടെ ഒരുമാതിരി തളർന്ന് ഇത് കണ്ടില്ലേ ഇങ്ങനെയായിപ്പോയി. അത് ഡീഹൈഡ്രേഷൻ മൂലമാണ്. അപ്പോൾ ഇത് നമുക്ക് വേരുകളെല്ലാം നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇവനെ ഒരു 20 മിനിറ്റ് സാഫിലൊക്കെ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇവനെ അങ്ങ് പോട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇവൻ്റെ ഈ കരിഞ്ഞ ഇല അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാവേ. പിന്നെ അതുപോലെ കേടുള്ള റൂട്ടുകൾ, ചില റൂട്ടുകളുടെ തുമ്പ് ചീഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് ചീഞ്ഞതിന് ഒരു ഇഞ്ച് മുകളിൽ വെച്ച് നമ്മൾ ആ റൂട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ആ ചെടിയുടെ സ്റ്റെമ്മിനോട് ചേർത്ത് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയുക. കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ തുമ്പ് ചീഞ്ഞത് ഒരു മുട്ട് മുകളിൽ, ഒരു ഒടിവ് മുകളിൽ വെച്ച് നമ്മളങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, ഒരു റൂട്ട്സ് കുറേ പോയിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ നോക്കിയോ, ഇതുപോലെ ഇത് കണ്ടില്ലേ, ഈ ഒരു റൂട്ടിൻ്റെ തുമ്പ് ഉണങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ തൊട്ട് മുകളിൽ വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടോ, തൊട്ട് മുകളിലത്തെ ഭാഗം. എന്നാലും നമ്മളൊരു 2 ഇഞ്ച് മുകളിൽ വെച്ച് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേ. എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇൻഫെക്റ്റഡായി ബാക്കി റൂട്ടൂടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകാതിരിക്കാൻ ഞാനിതൊന്ന് ഓടിച്ചു വിടുകയാണേ. അപ്പോൾ ഈ ഒരു ഫെലനോപ്സിസിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് ഇനി ഇതിനെ നമുക്കൊരു 20 മിനിറ്റ് നേരം ഇത് ഈ സാഫ് ലായനിയിലേക്ക് നമുക്കൊന്ന് മുക്കി കൊടുക്കാം. ഇതിൻ്റെ ടോപ്പിൽ പിടിച്ച് നമുക്ക് താഴേക്ക് അങ്ങ് മുക്കി കൊടുക്കാം. ഒരു 20 മിനിറ്റ് അവിടെ കിടക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് വേറെ 2 ചെറിയവയുണ്ട്, അവയും കൂടെ ശരിയാക്കാം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവയെ പതുക്കെ ഒന്ന് എടുത്ത് നമുക്കിനി റീപോർട്ട് ചെയ്യാം. അതിപ്പം ഇങ്ങനെ തലയും കുത്തി ഒന്ന് പിടിക്കുക. തലയും കുത്തി പിടിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കവിളുകളിൽ ആ ഒരു സാഫിൻ്റെ വെള്ളം, സാഫായതുകൊണ്ട് പ്രശ്നമില്ല, എന്നാലും ആ വെള്ളം കെട്ടി നിൽക്കേണ്ട എന്ന് കരുതി അങ്ങ് തലയും കുത്തി എടുത്തതേ ഉള്ളൂ. അപ്പം നമുക്കതിനെ റീപോർട്ട് ചെയ്യാവേ. അപ്പം സാഫിൽ നിന്ന് നമ്മൾ 3 അവന്മാരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവന്മാരെ റീപോർട്ട് ചെയ്യാം. അവ റീപോർട്ട് ചെയ്യാനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ഇതേ രീതിയിൽ ഞുറുക്കിയെടുത്ത കരിക്കഷ്ണവും തൊണ്ട് കഷ്ണവുമാണ്. ഇത് നമ്മൾ സാഫിനകത്ത് കുതിർത്ത് വെയിലിൽ വെച്ച് ഉണക്കിയതാണ്. അത് ഫുള്ളി കണ്ടവാനും ഉണക്കിയിട്ടില്ല, ചെറിയൊരു മോയ്സ്ചർ നിൽക്കത്തക്ക രീതിയിൽ തന്നെ ഉണക്കിയത്. അല്ലെങ്കിൽ നമ്മൾ നട്ടതിന് ശേഷം വെള്ളം ഒഴിക്കേണ്ടി വരും. നട്ടതിന് ശേഷം ഉടനെ വെള്ളം ഒഴിച്ചാലുള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ അതെല്ലാം സാഫ് മുഴുവൻ പോകും. ഇത് കണ്ടോ, ഇതേപോലെ ഞുറുക്കിയ ചകിരി കഷ്ണങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥ തീർത്തും വരണ്ടതാണെങ്കിൽ ഈ മിക്സിനോട് കൂടി തന്നെ ഈ ചകിരി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ നിങ്ങൾ ഒന്ന് കൂട്ടിക്കലർത്തിയെടുക്കുക. അല്ലായെങ്കിൽ നമ്മൾ അതിൻ്റെ മോൾ ഭാഗത്തൊന്ന് വിതറിക്കൊടുത്താൽ മാത്രം മതി. പ്രത്യേകം ഓർക്കുക, വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ വലിഞ്ഞു പോകുന്ന ഒരു വരണ്ട കാലാവസ്ഥയാണ് നിങ്ങളുടേതെങ്കിൽ ഇതേപോലെ ചകിരി ഞുറുക്കി നിങ്ങൾ ഇട്ട് കൊടുത്തതും കൂടി ഈ മിക്സിൻ്റെ കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫെലനോപ്സിസിന് റൂട്ടിന് ഡീഹൈഡ്രേഷൻ വരും. അപ്പോൾ നമുക്ക് ഇവനെ എടുത്ത് റിപ്പോർട്ട് ചെയ്യാവേ. അപ്പോൾ നോക്കുക, ഇതേപോലുള്ള ഒരു ചട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കണ്ടോ, നെറ്റിൻ്റെ ചട്ടി ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ ഒരുപാട് എയർ സർക്കുലേഷൻ കിട്ടും. അതിൻ്റെ അടിയിൽ നമ്മൾ ഇത് കണ്ടില്ല, ഈ ചെറിയൊരു ഭാഗത്ത് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ അതുകൊണ്ട് ഓട് കഷ്ണം നിരത്തി കൊടുക്കുകയാണ്. ഈ ഓട് ആ വെള്ളത്തിൽ കുതിർന്ന് എപ്പോഴും ഒരു ഹ്യൂമിഡിറ്റി കിട്ടും അതിനെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓട് കഷ്ണങ്ങൾ അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരല്പം മിക്സ് വാരി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ വരണ്ട ഒരു ഏരിയ ആണ് നിങ്ങളുടേത് എങ്കിൽ നിങ്ങൾ അതിന് ചുറ്റുപാടും ആദ്യം ആ ഒരു പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ മിക്സ് വാരി ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഇവിടെ അങ്ങനെ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ മിക്സ് വാരി ഇട്ടു. പിന്നെ ചുറ്റും അതിൻ്റെ റൂട്ട്സ് നമ്മൾ നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഇതേപോലെ ഈ റൂട്ടൊന്നും ഒടിയാതെ തന്നെ നിവർത്തി വെക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഒടിഞ്ഞ പാടിന് ഭാഗത്തോട്ടത് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇതേ രീതിയിൽ വട്ടത്തിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫെലനോപ്സിസ് ഇതിലും ചെറുതാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. ഇതിപ്പം വലിയ ചെടി ആയതുകൊണ്ട് ഒരുപാട് റൂട്ടുള്ളതുകൊണ്ട് ഈ റൂട്ടൊന്ന് ഒതുക്കാനായിട്ട് ചില പ്രയാസം. കണ്ടോ, അങ്ങനെ നല്ല ഭംഗിക്ക് നമ്മൾ റൗണ്ടിന് ആ റൂട്ടും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, നമ്മുടെ ഈ പോട്ടി മിക്സും ചകിരിയും എല്ലാം ഉണ്ടല്ലോ 2-3 ദിവസം വെള്ളത്തിലിട്ട് കറ കളഞ്ഞതായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർക്കിഡിൻ്റെ റൂട്ട് കേടായി പോകും. ഇപ്പം ഇതിന് എയർ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. എയർ റൂട്ട് ഉണ്ടെങ്കിൽ അതൊരിക്കലും മിക്സിന് താഴേക്ക് പോകില്ല. അപ്പം എയർ റൂട്ട് ഇല്ലാത്തത് കൊണ്ട് ഇത് ചുറ്റും നമ്മൾ ഇങ്ങനെ വാരിയിട്ട് കൊടുക്കുകയാണ്. എയർ റൂട്ട് ഒരിക്കലും മിക്സിന് താഴേക്ക് കളയരുത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നീങ്ങിയ സൈഡും കൂടെ ഫില്ല് ചെയ്താൽ ഇവൻ്റെ പരിപാടി ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ ഈ ഒരു ഫെലനോപ്സിസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മളിതൊന്ന് കുലുക്കി കൊള്ളിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ വേരുകൾക്കിടയ്ക്കൊക്കെ ഉള്ള സ്പേസിലേക്ക് ഈ മിക്സ് ഒന്ന് വീണോട്ടെ. അതിനായിട്ട് നമ്മളൊന്ന് കുലുക്കി കൊള്ളിച്ച് കൊടുക്കുക. ഇത് കണ്ട, ഇനി അതിന് മീതെ നമ്മൾ വെച്ചിരുന്ന ആ ഒരു ചകിരിയുടെ ചെറു കഷ്ണങ്ങൾ, ഈ ചെറു കഷ്ണങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കറ കളഞ്ഞാണ് കേട്ടോ. വെള്ളത്തിൽ 3 ദിവസം മുക്കിയിട്ട് അതിൻ്റെ കറ ഊറ്റി കളഞ്ഞ് അങ്ങനെ വൃത്തിയാക്കിയതാണ്. അപ്പം അങ്ങനെയുള്ള ചകിരി കഷ്ണങ്ങൾ നമ്മൾ ചുറ്റും അതൊരു മോയ്സ്ചർ, അതിൻ്റെ ആ തൊട്ട് ചോട്ടിൽ ഒരു മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ടാണ്. റൂട്ടുകൾ ഫോം ചെയ്യാൻ എളുപ്പമുണ്ട്. കണ്ട, അപ്പോൾ സ്പാഗ്നമോസ് വെക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ചകിരിയുടെ ചെറു പീസുകൾ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ചോട്ടിൽ നിന്ന് തുരുതുര പുതിയ വേരുകൾ ഒരുപാടുണ്ടാവുമേ. റൗണ്ടിൽ ആ മിക്സിന് മുകളിൽ മുഴുവൻ നമ്മൾ ചകിരിയുടെ കഷ്ണങ്ങൾ വെച്ചു. ഇനി നമുക്ക് ഇതിനൊരു ഹാങ്ങറോട് ഇട്ട് കൊടുക്കാവേ. അപ്പം അതിൻ്റെ ആ ഒരു ചെടിയുടെ ചെരിവ് മുന്നോട്ട് വരത്തക്ക രീതിയിൽ ഞാനിവിടെ ഹാങ്ങർ പിടിപ്പിച്ചേക്കുകയാണ്. ചെടിയുടെ ഇല കണ്ടില്ലേ, അത് കണ്ടേ, മുന്നോട്ട് നിൽക്കത്തക്ക രീതിയിൽ ഹാങ്ങർ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. കണ്ടോ, ഇനിയിപ്പം നമ്മൾ ഇന്ന് ഇത് നനച്ച് കൊടുക്കുകയില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാഫിൽ മുക്കി എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇപ്പം നമ്മളിത് നനച്ച് കൊടുത്താൽ സാഫിൽ മുക്കിയതിൻ്റെ പ്രയോജനം മുഴുവൻ പോകും, അത് മുഴുവൻ ഒഴുകിപ്പോകും. കണ്ടോ, ഇതിൻ്റെ താഴെയൊക്കെ നല്ലവണ്ണം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഇവന്മാർക്ക് വളം കൊടുക്കുന്നതെന്ന് പറയാവേ. തൽക്കാലം നമുക്കിതിനെ ഈ ഇറമ്പിലോട്ട് ഇപ്പോൾ നീക്കിയിടാവേ. ഇനിയും ബാക്കിയുള്ള ഡീഹൈഡ്രേഷൻ വന്നവരെല്ലാം കൂടെ കൂടി ഒരു 10-16 എണ്ണം ഉണ്ട്. അതെല്ലാം കൂടി ഇളക്കി നട്ടതിന് ശേഷം നമുക്ക് ഇവയെല്ലാം കൂടെ നെറ്റിന് കീഴിലോട്ട് ഇടാവേ. അപ്പോൾ ഇതേ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മളെല്ലാത്തിനും നെറ്റിന് കീഴിലോട്ടിട്ടുണ്ട്. 16 എണ്ണം എടുത്തു. 16 എണ്ണവും ഉണ്ടല്ലോ, ഇതൊക്കെ ഡീഹൈഡ്രേഷൻ വന്ന ലീഫ്സാണ്. കണ്ടോ, ഇതിൻ്റെയൊക്കെ ലീഫ് കണ്ടോ, ഇങ്ങനെയാണ് ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണം. അപ്പോൾ അങ്ങനെ വന്ന എല്ലാം കൂടെ നമ്മൾ ഇളക്കി പുതിയ പോട്ടിംഗ് മിക്സിലാക്കി നമ്മൾ ഈ നെറ്റിന് കീഴിലോട്ട് തൂക്കിയിട്ടുണ്ട്. ഇനി ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവയ്ക്ക് വെള്ളം കൊടുക്കുകയുള്ളൂ. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മിക്സ് ഓൾറെഡി സോക്ക്ഡ് ആണ്. അപ്പം അത്യാവശ്യം മോയ്സ്ചർ അതിലുണ്ട്. അതുകൊണ്ട് 3 ദിവസത്തിന് ശേഷം നമുക്കിതിന് ഇനി കൊടുത്താൽ മതി. അല്ല എങ്കിൽ നമ്മൾ ഒഴിച്ച സാഫ് എല്ലാം കൂടെ, ആ മുക്കിയ സാഫ് എല്ലാം കൂടെ ഒഴുകിപ്പോവും.
ഇനി ഇതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാസത്തിൽ 4 തവണ വളം കൊടുക്കാറുണ്ട്. ആദ്യത്തെ ആഴ്ചയിൽ ജൈവവളം കൊടുക്കും, രണ്ടാമത്തെ ആഴ്ചയിൽ രാസവളം കൊടുക്കും, വീണ്ടും മൂന്നാമത്തെ ആഴ്ചയിൽ ജൈവവളം കൊടുക്കും, നാലാമത്തെ ആഴ്ചയിൽ രാസവളം കൊടുക്കും. അതാ കൊടുക്കുന്ന കോമ്പിനേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ജൈവവളം കൊടുക്കുന്നത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജൈവവളമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ കാണിച്ചുകൊണ്ട് പറയാവേ. നമ്മളുണ്ടല്ലോ വീട്ടിലുണ്ടാക്കുന്ന ജൈവവളം 1 കപ്പ് എടുത്ത് 20 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ജൈവവളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത വെള്ളത്തിലുണ്ടല്ലോ നമ്മൾ ഈ ഓർക്കിഡ്സ് അതിൻ്റെ ചട്ടി സഹിതം ആ മിക്സ് മുക്കി വയ്ക്കാറുണ്ട്. ആ വെള്ളം തന്നെ ഇതിൻ്റെ റൂട്ടുകളിലും ഇലകളിലുമൊക്കെ സ്പ്രേ ചെയ്യാറുമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു ചീഞ്ഞ വെള്ളം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്വല്പം ഒരു പൊടിക്ക് നമ്മൾ സാഫും കൂടെ കലക്കിക്കോണേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ. ഈ ഒരു ലൈന് നമ്മൾ മഴക്കാലത്ത് കൊടുക്കാറില്ല കേട്ടോ, വേനൽക്കാലങ്ങളിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. മഴക്കാലത്ത് രാസവളം മാത്രം മാസത്തിൽ 2 തവണ കൊടുക്കും. പിന്നെ നെക്സ്റ്റ് ആഴ്ചയിൽ നമ്മൾ ചെയ്യാറുള്ളത്, അതായത് രണ്ടാമത്തെ ആഴ്ചയിൽ ചെയ്യാറുള്ളത് ഗ്രോത്തിന് വേണ്ടിയുള്ള ഫെർട്ടിലൈസറാണ്. അത് നമ്മളുടെ 30-10-10 കോമ്പിനേഷൻ കിട്ടും ഓർക്കിഡിൻ്റെ ഗ്രോത്തിന് വേണ്ടി. 20 ലിറ്ററിന് വെറും 5 മില്ലിഗ്രാമേ ഞാൻ കൊടുക്കാറുള്ളൂ. 20 ലിറ്ററിന് 5 മില്ലിഗ്രാം വെച്ചാണ് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാറ് രാസവളം. അപ്പോൾ അതിൽ ആ ഒരു ലൈനിൽ നമ്മൾ ഇതിൻ്റെ ചോട് സഹിതം മുക്കി വയ്ക്കുകയും ലീഫിലും ഇലയുടെ അടിയിലും ഇലയുടെ പുറത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. മൂന്നാമത്തെ ആഴ്ചയിൽ വീണ്ടും നമ്മൾ ജൈവവളം റിപ്പീറ്റ് ചെയ്യും. നാലാമത്തെ ആഴ്ചയിൽ ഫ്ലവറിങ്ങിന് വേണ്ടുന്ന 13, 27, 27 കോമ്പിനേഷനാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പം ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ഇതേപോലെ 20 ലിറ്ററിന് 5 മില്ലിഗ്രാം വീതം ഡൈല്യൂട്ട് ചെയ്ത് ഇലകളിലും റൂട്ടിലും ഇലയുടെ അടിയിലും എല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെടി അതേപടി ആ വെള്ളത്തിൽ മുക്കി വയ്ക്കുകയും ചെയ്യും. 10 മിനിറ്റ് മുക്കി വയ്ക്കും, അതിനുശേഷം എടുത്ത് തോരാനായിട്ട് തൂക്കിയിടും. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു റിസൾട്ട് 100% ഉറപ്പാണ്. പിന്നെ ഇതിൻ്റെ ഇൻഫെക്ഷനെ കുറിച്ചാണ് പറയാനുള്ള. ഫംഗൽ ഡിസീസസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫെലനോപ്സിസിന് പൊതുവെ ഏറ്റവും കൂടുതൽ കാണാറുള്ളത് ഫംഗൽ ഇൻഫെക്ഷനാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിൽ നമ്മൾ ഇതിന് സാഫ് പോലെയുള്ള ഫംഗിസൈഡുകൾ മാസത്തിൽ ഒരു തവണ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. ആ ലായനിയിൽ മുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ ഇലകളിലും വേരുകളിലും സ്പ്രേ ചെയ്യുകയോ ചെയ്തിരിക്കണം. അപ്പം അങ്ങനെ ചെയ്താൽ ഒരുമാതിരിപ്പെട്ട കീടങ്ങളൊന്നും പോലും അടുക്കത്തില്ല. പിന്നെ വേറൊന്നുള്ളത്, ഇതിൽ വരുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇലകളിൽ നമ്മുടെ ഒരു ചെറിയ വട്ടത്തിൽ ബ്ലാക്ക് മാർക്കുകൾ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ബ്ലാക്ക് മാർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതലും ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അത് ആ ചെടിയുടെ ലീഫുകളിലേക്ക് ബാധിക്കുകയും ആ ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലക്ഷണം കണ്ടാൽ ഉടനെ ആ ഇല നമ്മൾ അതിൻ്റെ തണ്ടോട് ചേർത്ത് മുറിച്ച് കളയുക എന്നുള്ളതേ ഉള്ളൂ ഒരു രക്ഷ. അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫെലനോപ്സിസ് ഇതുപോലെ മനോഹരമായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ ഇത് വെക്കുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിന് നല്ല ഷെയ്ഡ് വേണം കേട്ടോ. ഫെലനോപ്സിസിന് നല്ല ഷെയ്ഡ് വേണം, അതുപോലെ നല്ല രീതിയിൽ വായു സഞ്ചാരവും വേണം, ഒരുമാതിരി നല്ല രീതിയിൽ പ്രകാശവും കിട്ടണം. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണമെന്നല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രകാശം നമുക്ക് ഒരുപാട് കിട്ടുകയും വേണം. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലവണ്ണം ശിഖരങ്ങളും ഇലകളും ഉള്ള ഒരു മരത്തിൻ്റെ തടിയിൽ ഈ പ്ലാന്റ് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഈ പ്ലാന്റിന് എത്രമാത്രം എയർ സർക്കുലേഷനും പ്രകാശവും കിട്ടുമോ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ വേണം നമ്മൾ ഈ ഫെലനോപ്സിസ് തൂക്കിയിടാൻ. അങ്ങനെയാണെങ്കിൽ ഇത് ഇഷ്ടം പോലെ പൂക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.